അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരന്മാരെ, ഇനി മുസ്ലിങ്ങൾ മുന്നേറിയിട്ടുള്ള വൈജ്ഞാനിക മേഖല ഏതൊക്കെയാണ് പരിശോധിച്ചാൽ, ഒന്ന് കെമിസ്ട്രി. കെമിസ്ട്രി മുസ്ലിങ്ങളുടെ വിജ്ഞാന ശാഖ എന്ന നിലക്ക് തന്നെയാണ് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് പുതിയ കാൽവെപ്പുകൾ നടത്തുകയും അത് പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളിൽ നിന്നാണ് പാശ്ചാത്യ ലോകം അത് സ്വീകരിക്കണമെന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു ജാബിർ ബിൻ ഹയ്യാൻ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം 820 ക്രിസ്താബ്ദം 820 ഹിജ്റ 200 അദ്ദേഹം മരിക്കുന്നത്. എന്നാൽ ഹിജ്റ 200 എന്ന് പറയുമ്പോൾ 1446 വർഷമാണിത്. എന്നാൽ 12 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജീവിച്ച് ഈ വിഷയവുമായിട്ട് പഠിച്ചിട്ട് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കുകയും അത് ആധുനിക ലോകത്തിന് ഈ രംഗത്ത് അവലംബമായി മാറുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കൃതികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഈ രംഗത്ത് അദ്ദേഹം 280ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ആകെ 200 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ 80 പുസ്തകങ്ങളും ഈ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണ് അൽ അഹ്ജാർ, അൽ ഖവാസ്, അൽ ഹമാഇറുൽ കബീറ, അൽ മവാസിൻ, അസ്സിറുൽ മക്നൂൻ എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ. എന്ന് മാത്രമല്ല, ഇംഗ്ലണ്ടിലെ എട്രോൺ കോളേജിലെ പ്രൊഫസറായിരുന്ന, അതായത് കെമിസ്ട്രിയിലെ പ്രഗത്ഭനായിട്ടുള്ള പ്രൊഫസറായിരുന്ന ഓൾമിയാഡ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അറബി ഭാഷയും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ മുസ്ലിങ്ങൾ രചിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും വായിച്ചപ്പോഴാണ് എനിക്ക് ഇതിന് കൂടുതൽ പ്രാവീണ്യം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രധാന പണ്ഡിതന്മാരുടെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഇതേ ജാബിർ ബിൻ ഹയ്യാൻ്റെ ചിത്രമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിന് മാത്രം പ്രാഗൽഭ്യം അദ്ദേഹം ഈ രംഗത്ത് തെളിയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ പിതാവ് എന്ന നിലക്ക് തന്നെയാണ് ജാബിർ ബിൻ ഹയ്യാൻ അറിയപ്പെടുന്നത്. അതിന് പുറമെ വേറെയും ഒരുപാട് പേരുകൾ ഈ വിഷയകമായിട്ട് നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇനി വൈദ്യശാസ്ത്രം എടുക്കാം. വൈദ്യശാസ്ത്രത്തിൽ അടുത്ത കാലം വരെ പാശ്ചാത്യ ലോകത്ത് അവലംബമായി സ്വീകരിച്ചിരുന്ന അൽ ഖാനൂൻ. ഈ ഖാനൂൻ ആരുടേതാണ്? അവിസന്ന എന്ന് പാശ്ചാത്യർ തെറ്റായിട്ട് പേര് പറയുന്ന, ഒരുപക്ഷെ അദ്ദേഹം മുസ്ലിമാണെന്ന് അറിയാതിരിക്കാനായിരിക്കാം ആ രീതിയിൽ അവർ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ടുള്ളത്. അവിസന്ന. ഇബ്നു സീന എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഹിജ്റ 292 ക്രിസ്താബ്ദം 924 അദ്ദേഹം മരിക്കുന്നത്. 292 എന്ന് പറയുമ്പോൾ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 11 നൂറ്റാണ്ട് മുമ്പ്. അദ്ദേഹം ഈ രംഗത്ത് വലിയ ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ട്. അന്ന് ലോകത്ത് വൈദ്യശാസ്ത്രം പിന്നിൽ നിൽക്കുന്ന കാലത്താണ് ഇബ്നു സീന ഈ രംഗത്ത് വളരെ മുന്നേറുകയും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുകയും കണ്ടെത്തുകയും അത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേറെയും പുസ്തകങ്ങളുണ്ട്. അന്നജാത്ത് എന്നൊക്കെ പറയുന്ന വേറെ പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ ശസ്ത്രക്രിയ, അവയവങ്ങളുടെ മർമ്മം, അതുപോലെ ചികിത്സ, മരുന്ന്, ഇതൊക്കെയായി ബന്ധപ്പെട്ട വളരെ വിലപിടിപ്പുള്ള വിവരങ്ങളാണ് അദ്ദേഹം തൻ്റെ ഖാനൂനിലും മറ്റ് പുസ്തകങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അവിസന്നയുടെ പേര്, പൂർണ്ണമായിട്ടുള്ള പേര് അബ്ദുള്ള എന്നാണ്. അബൂ അലി അൽ ഹുസൈൻ ബിൻ അബ്ദില്ല. അബൂ അലി അൽ ഹുസൈൻ ബിൻ അബ്ദില്ല ഇബ്നു സീന എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ
പ്രപിതാമഹൻ്റെ പേരാണ് സീന എന്നുള്ളത്. ആ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളതിനാണ് ഇബ്നു സീന എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരാം. ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പൊതുവിൽ അറബികളുടെ ഒരു രീതിയാണ് പിതാമഹൻ്റെ അല്ലെങ്കിൽ പ്രപിതാമഹൻ്റെ ഒക്കെ പേരിനോട് ചേർത്തിട്ട് ഈ പൗത്രൻ്റെ പേര് പറയാമെന്നുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം ഈ രംഗത്ത് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇബ്നു സീന ജീവിക്കുന്നത് വില്യം ഹാർവിക്കും 6 നൂറ്റാണ്ട് മുമ്പാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്ന് അദ്ദേഹം വിജയിപ്പിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങളും പഠനങ്ങളുമാണ് ആധുനിക ലോകത്ത് അടുത്ത കാലം വരെ പാശ്ചാത്യ ലോകം ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് മാത്രമല്ല, ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ പുറത്തുള്ള ക്യാൻസറും ഉള്ളിലുള്ള ക്യാൻസറും ഇത് സംബന്ധിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അതിലേതൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം ഈ പഠനത്തിൽ വിധേയമാക്കുകയും ആ രംഗത്ത് അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആധുനിക വൈദ്യശാസ്ത്രം അദ്ദേഹം അന്ന് കണ്ടെത്തിയിട്ടുള്ള ആ നിഗമനങ്ങളിൽ നിന്ന് വല്ലാനൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ രംഗത്ത് അതുപോലെ തന്നെ മറ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളിലും മുസ്ലിം പണ്ഡിതന്മാർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മൂത്രസഞ്ചിയിലെ കല്ല് എങ്ങനെ പൊട്ടിച്ച് കളയാം, ടോൺസിൽസിൻ്റെ വീക്കം എങ്ങനെ നീക്കം ചെയ്യാം തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകുമെന്നതുകൊണ്ട് ചുരുക്കി പറയാണ്, മിക്കവാറും ലോകത്ത് നിലവിലുണ്ടായിരുന്ന വിജ്ഞാനം അത് ഇന്ന് വ്യാപകമായി അതിൻ്റെ ശാഖകൾ വ്യാപിച്ചിട്ടുള്ളതുപോലെ ആ കാലഘട്ടത്തിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണെങ്കിലും, ഇന്നത്തെ ഈ ചികിത്സയുടെ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ ഓരോ മൂലക്കല്ലുകൾ വെച്ചിട്ടുള്ളത് അത് മുസ്ലിം പണ്ഡിതന്മാരാണ് എന്നതാണ് വസ്തുത. ഇങ്ങനെയുള്ള ഈ ചരിത്ര വസ്തുതകളെ എല്ലാം അവഗണിച്ചും അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ തമസ്കരിച്ചുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ഈ നാസ്തികന്മാരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെതിരിലുള്ള അവരുടെ വിദ്വേഷം വിളമ്പുന്നതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ ജബ്ബാറിനെ പോലുള്ള ആളുകൾ മുസ്ലിങ്ങൾ വിജ്ഞാന രംഗത്ത് പിന്നിലായിരുന്നു. അതുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്നത് മനുഷ്യനോട് കൂടുതൽ പഠനരംഗത്ത് മുന്നേറാനും വിജ്ഞാനം നേടാനുള്ള ആഹ്വാനമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഖുർആനെതിലുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.